താരസംഘടനയായ അമ്മ നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നു. ഇപ്പോൾ നേതൃസ്ഥാനത്തുള്ളവർക്ക് സംഘടനയെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് അറിയില്ല. സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോഴും സ്ത്രീകളുടെ പരാതി പറയാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതിഷേധമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി 24നോട്. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയാണ് 24നോടൊപ്പം ചേരുന്നത്. ചേച്ചി, ആദ്യഘട്ടത്തിൽ അമ്മ നേതൃത്വത്തിൽ ഒരു കൂട്ടരാജി ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെ സ്ത്രീകൾ വരണം നേതൃത്വത്തിലേക്ക് എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൽ ഒരാൾ കൂടിയാണ് ഭാഗ്യലക്ഷ്മി. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ തന്നെയാണ് അതിൽ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഉന്നയിക്കുന്നത്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അവിടെ പുരുഷന്മാർ ഇരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങോട്ട് പോയി ഒരു പരാതി പറയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതി ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി, സ്ത്രീകൾ മുൻനിരയിലേക്ക് വരട്ടെ, സ്ത്രീകൾ ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് ഞാനും അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് തന്നെ പരാതി പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു നമുക്കൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ തന്നെ ഈ പരാതി പറയുന്ന സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ശ്വേതാ മേനോൻ പറഞ്ഞത് നത്തിങ് ഡു വിത്ത് അമ്മ എന്നാണ് ഒരു പരാതി ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ് ഇന്നലെ അൻസിബ പറഞ്ഞത്. 2 അംഗങ്ങളും അമ്മയിലുള്ളവരാണെങ്കിൽ ആ 2 പേരെയും വിളിച്ചിരുത്തി എന്തിനാണ് നിങ്ങൾ അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് ഇവർക്കെതിരെ 2 പേരോടും ചോദിക്കുകയും അതിലൊരു മധ്യസ്ഥത വഹിക്കുകയും ചെയ്യേണ്ടത് കൂടി ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഇരിക്കുന്നവർക്ക് സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊരു വലിയ പിടിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. സെക്രട്ടറി ഒന്നും അങ്ങോട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നില്ല. ഞാൻ നോക്കി കുറേ കുക്കു പരമേശ്വരൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ എന്ന്. പ്രസിഡൻറ്റ് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കൊന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങ് വലിയ രീതിയിൽ എനിക്കിതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയാണ് സംസാരിച്ചത്. ഇപ്പോഴും അൻസിബ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സജീവനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.